ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് ബീഫും മട്ടനും ചിക്കനും എഗ്ഗൊന്നും ഇല്ലാതെ ഒരു അടിപൊളി ചോറ് തയ്യാറാക്കാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പട്ട, 2-3 കഷ്ണം പട്ട ഉണ്ട്, പിന്നെ 2-3 ഏലക്ക, ഗ്രാമ്പു, അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 4-5 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, 2-3 ഏലക്ക എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പെരുംജീരകം, ഒരു ലേശം മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ 2 തക്കാളി, പിന്നെ ഒരു ചെറിയൊരു വലിയ ഉള്ളി സവാള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, അതേപോലെ തന്നെ മറ്റേ പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ എടുത്തിട്ട് ചതച്ച് വെച്ച്, പിന്നെ 1 കപ്പ് അരി. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബിരിയാണി അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് റേഷൻ അരി വെച്ചിട്ട് ഉണ്ടാക്കാൻ, ഞാൻ റേഷൻ അരി വെച്ചുണ്ടാക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. റേഷൻ അരി വെച്ചുണ്ടാക്കാൻ ഞാൻ അപ്പോൾ ഇവിടെ ഈ ബിരിയാണി അരി തന്നെ എടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ഒരു കിഴങ്ങും പിന്നെ കുറച്ച് സോയാബീനും എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് കിഴങ്ങും പിന്നെ അതേപോലെ ക്യാരറ്റും ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് ഗ്രീൻ പീസൊക്കെ ഉണ്ടാക്കുക, വേവിച്ച് ചേർക്കണേ അങ്ങനെ ചേർക്കുക, ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് ചേർക്കുക. പിന്നെ സോയാബീൻ ഞാൻ ചേർക്കണം വെച്ചതല്ല, പക്ഷെ ഇവിടെ നമ്മൾ പൊരിച്ച് വെച്ചത്, കുട്ടിക്ക് പൊരിച്ച് വെച്ച കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നില്ലേ നമുക്ക് പൊരിച്ചിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ വേവിക്കാത്ത തന്നെ സോയാബീൻ അങ്ങനെ ഇട്ട് കൊടുക്കണേ, അങ്ങനെയും ചെയ്യാം. നമുക്ക് ഇവിടെ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗ്രാമ്പു ഇട്ട് കൊടുക്കുക, അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഗ്രാമ്പും ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ പെരുംജീരകവും പട്ടയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളത്തെ ബേ ലീഫൊക്കെ ഉണ്ടായാലും ഉണ്ടാവില്ല, നമ്മൾ ബിരിയാണിക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്, അപ്പോൾ ഉള്ളതുകൊണ്ട് വെച്ചിട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളുള്ളത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി നേരം ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം, ഇനി നെയ്യില്ല എന്നുണ്ടെങ്കിൽ സാധാ ഓയിലിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓയിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നെയ്യ് ഉള്ളതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തു. നമുക്കിപ്പോൾ ഒരു കറി ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ മുന്തിരിയും ഉണ്ടല്ലോ ഇത് നമ്മൾ ചോറായതിനു ശേഷം നെയ്യിൽ വറുത്തുണ്ടെങ്കിൽ നെയ്യിൽ അങ്ങനെ വറുത്തിടുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ അതിൻ്റെ ഒപ്പം നമ്മൾ ക്യാഷും ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ആയതിനു ശേഷം റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാടെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, മൂന്നും കൂടെ ചതച്ചത്. അതായത് ഇഞ്ചി വെളുത്തുള്ളി ചതക്കുമ്പോൾ തന്നെ നമ്മൾ വേസ്റ്റ് ആക്കുമ്പോൾ അതിൽ പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ്. അത് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സവാള ഇട്ടിടുക. ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു സവാള ഇട്ടെടുക്കുക, എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നമുക്ക് ബിരിയാണി അരി ഇല്ലയെന്നുണ്ടെങ്കിലും സാധാ നമ്മൾ റേഷൻ അരി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. റേഷൻ അരി വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേവ് ജസ്റ്റ് നോക്കിയാൽ മതി എന്ന് മാത്രം. കുക്കറിലാവുമ്പോൾ അത് പെട്ടെന്ന് വേവില്ല, അതുകൊണ്ട് അല്ല ഞാൻ റേഷൻ അരി കൊണ്ട് ഇതേ റെസിപ്പി തന്നെ ഞാൻ ഉണ്ടാക്കാറുണ്ട്, നല്ല ടേസ്റ്റ് തന്നെയാണ്. വേവ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ബിരിയാണി അരി ഉള്ളതുകൊണ്ട് നമ്മൾക്ക് നെയ്ച്ചോറിൻ്റെ അരി കൂടെ കൊടുന്നിച്ച് ഉണ്ടായിരുന്നു, നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ എടുത്തേ ഉള്ളൂ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളി എടുക്കാം. തക്കാളി നമുക്ക് ഞാൻ ഇവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് 2-3 എടുക്കുക. ഇനി ഇത് ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. അരച്ചിട്ടും ഞാൻ അരച്ച് ചേർത്തിട്ടും ഇതേപോലെ ഉണ്ടാക്കാറുണ്ട്, അല്ലാതെയും ചെയ്യലുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എടുത്ത് വെച്ച മറ്റേ ഉരുളൻകിഴങ്ങും സോയാബീനൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ സോയാബീൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഉരുളൻകിഴങ്ങും സോയാബീനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ തക്കാളി എന്ത് ചെയ്യുക, അപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് ഒഴിച്ച് വന്ന് അങ്ങനെ ഉണ്ടാക്കുക. അപ്പോഴും ടേസ്റ്റ് തന്നെയാണ്, ചോറ് നല്ല ടേസ്റ്റുള്ള ചോറ് തന്നെ നമുക്ക് കിട്ടുക.
ഇപ്പം ഇവിടെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാബീൻ ആദ്യം പൊരിച്ച് വെച്ച സോയാബീനാണ്. അപ്പോൾ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എരില്ലാതെ പൊരിച്ചെടുത്തിട്ടുള്ള സോയാബീൻ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി അതിലുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ ഇടുമ്പോൾ എന്ത് ചെയ്യുക, സോയാബീനിൽ ഉപ്പ് നമുക്ക് ചോറുക്ക് ഇറങ്ങും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ഇടുക. അപ്പോൾ ഇതിലേക്ക് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഇടാം, അതേപോലെ ക്യാരറ്റ് ഒക്കെ ഇടാം. പിന്നെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഇടലുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് സ്റ്റോക്കിൽ കൊടുന്നില്ല, മല്ലിച്ചപ്പ് ഇല്ല, ഞാൻ ചേർക്കണില്ല. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് സോയാബീൻ പൊരിക്കുമ്പോൾ ഉപ്പ് ചേർത്തേണ്ട, അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇതിൽ മുളകും പൊടിയൊന്നും ചേർക്കണില്ല. ഞാൻ എരിവിന് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പാടെ പേസ്റ്റ് ഒക്കെ ഇട്ടിരുന്നില്ല, അതിൽ ഞാൻ മുളക് ചേർത്തിരുന്നു. ആ മുളക് ആ എരിവിനുള്ളതിൽ അല്ലാതെ ഞാൻ എക്സ്ട്രാ വേറൊരു ഒന്നും ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മുളകും പൊടി ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടാം. പിന്നെ ഒരു ലേശം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഗരം മസാല ഉള്ളവർക്ക് ഗരം മസാല ഇടാം, അതൊക്കെ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഗരം മസാല കൊടുന്നില്ല, അപ്പം ചിക്കൻ മസാലയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഉച്ചക്ക് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും, അതേപോലത്തെ കുട്ടികൾക്കും നല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള ചോറ് തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അരി എടുത്ത് വെച്ച കഴുകി കൊടുക്കുന്ന അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അരിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലായിടത്തും അവിടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിരുന്നത്, അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മളിത് അടക്കണതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഈ ചോറ് അതായത് തമ്മിൽ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. നാരങ്ങ പിഴിഞ്ഞ് കൊടുത്താൽ നമുക്ക് നല്ല വേറിട്ട ചോറ് കിട്ടും. തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ വേറാതെ വേറിട്ട ചോറ് കിട്ടും നമ്മൾ നാരങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു അരമുറി നാരങ്ങ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുക്കർ അടക്കണതിന് മുന്നേ നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പ് പാകത്തിനല്ലേന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം കുക്കർ അടിച്ച് 2 വിസിൽ കഴിഞ്ഞിട്ട് തുറന്ന് കൊടുത്താണ് നമ്മൾ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തമ്മിൽ ഒട്ടി പിടിച്ചിട്ടോ ഒരു കുഴഞ്ഞ രൂപത്തിലായിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് കിട്ടിയിട്ടുണ്ട്. ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, തമ്മിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ചോറൊക്കെ വേറിട്ടിട്ടുണ്ട്, അരി വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നല്ല വേഗത്തിൽ, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ചോറാണ്. എല്ലാവരും എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് തൈര് കച്ചമ്പറ് ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് തിന്നാം. സൈഡ് ചമ്മന്തിയോ ചമ്മന്തി വേണമെന്നില്ല, അച്ചാറോ അല്ല എന്നുണ്ടെങ്കിൽ ഇതേമാതിരി കച്ചമ്പറ് ഉണ്ടാക്കിയിട്ടൊക്കെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.